ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ ഒരിക്കലും തനിക്ക് ഉപേക്ഷിക്കാനാവില്ലെന്നും വിഷ്ണുവിനെ ഒരു കാരണവശാലും താൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ശാലിനിയുടെ വാക്കുകൾ ആ ഡിവോഴ്സ് പേപ്പറിലൂടെ അറിഞ്ഞ ആ നിമിഷം മുതൽ വിഷ്ണുവിന്റെ മനസ്സിന് ആശ്വാസമാകുന്നു. വിഷ്ണു സമാധാനത്തോടെ റൂമിൽ വന്നിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ കാർത്തികയും പോകുന്നു. പിന്നീട് അല്പസമയങ്ങൾക്ക് ശേഷം കാർത്തികയെ കാണുവാനായി ശ്യാമ റൂമിലേക്ക് എത്തുന്നു. കാർത്തിക വലിയ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കാണുന്ന ശ്യാമ വാതിക്കലേക്ക് എത്തി കുറച്ചു നേരത്തേക്ക് കാർത്തികയെ തന്നെ നോക്കി. പഠിച്ച കള്ളിയാണിവൾ, ഇവളെ കൊണ്ട് ഏത് വിധേനയും സത്യങ്ങൾ പറയിപ്പിച്ചേ തീരൂ, അതിനെന്താണ് പോംവഴി എന്ന് ശ്യാമ ആലോചിച്ചു. അപ്പോഴാണ് ശ്യാമ അതിനെക്കുറിച്ച് ചിന്തിച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ ഒരു ഉപായം ശ്യാമയ്ക്ക് തോന്നുന്നു. പിന്നീട് കാർത്തികയുടെ അരികിലേക്ക് ശ്യാമ എത്തി. ശ്യാമ കാർത്തികയോട് ചോദിച്ചു, എന്തു പറ്റി, എന്താ ഇവിടെ ഇങ്ങനെ വന്ന് തനിച്ചിരിക്കുന്നത്? അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ കാർത്തികയെ പിടിച്ചു നിർത്തി. ശ്യാമ തന്നെ അങ്ങനെ പിടിച്ചു നിർത്തി എന്തിനായിരിക്കും എന്ന രീതിയിൽ കാർത്തിക ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ കാർത്തികയോട് പറഞ്ഞു, അല്ല, ഇവിടെ എല്ലാവരും കാർത്തികയ്ക്ക് പുതിയ ആളുകളാണല്ലോ അല്ലെ? ഈ വീട്ടും പരിസരവും ഒക്കെ കാർത്തിക വളരെ പതുക്കെയാണല്ലോ പരിചയപ്പെട്ടത്. പുതിയൊരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവിടുത്തെ ആളുകളെയും ആ വീടിനെയും ഒക്കെ ചുറ്റിപ്പറ്റി വല്ലാത്ത ആശങ്കകൾ മനസ്സിലുണ്ടാവുമല്ലോ. അതുപോലെയുള്ള ഭയവും പേടിയൊക്കെ കാർത്തികയുടെ മനസ്സിൽ ഉണ്ടാവും അല്ലെ? എന്താ, അങ്ങനെയാണോ കാർത്തികയ്ക്ക് തോന്നുന്നത്? എന്നോടൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും കാർത്തികയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് ശ്യാമ പറഞ്ഞതും കാർത്തിക പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാർത്തിക പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ ചോദിച്ചു, അതെ, ഒരു മിനിറ്റ്, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്, അല്ലെങ്കിൽ വന്നതാണ്. അതെ, വേറൊന്നുമല്ല, എനിക്ക് കാർത്തിക ഈ വീട്ടിലെ മരുമകളായി ഇവിടേക്ക് വന്നു കയറിയപ്പോ എനിക്ക് കാർത്തികയോടല്ല ദേഷ്യം തോന്നിയത്. ആദ്യം എനിക്ക് വല്ലാത്ത ദേഷ്യവും വിരോധവും ഒക്കെ ഉണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, വിഷ്ണുവേട്ടന്റെ ഭാര്യയായി എന്റെ കുഞ്ഞേച്ചി ഇവിടേക്ക് വന്ന് കയറുന്നതായിരുന്നു എനിക്കിഷ്ടം. അതാണ് ഞാൻ ആഗ്രഹിച്ചതും. പക്ഷേ അതിനു പകരം ഇവിടേക്ക് വിഷ്ണുവേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറി വന്നത് കാർത്തികയാണല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്ത വേദന തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, കാർത്തിക ഈ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ കുഞ്ഞേച്ചിക്കാണ് ഈ വീട്ടിലുള്ള സ്ഥാനം ഇല്ലാതായത്. എന്റെ കുഞ്ഞേച്ചിക്ക് പകരം കാർത്തിക ഇവിടേക്ക് എത്തി. അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കാർത്തികയോട് എനിക്ക് ദേഷ്യം തോന്നിയത്. പക്ഷേ സത്യത്തിൽ കാർത്തികയോട് എനിക്ക് ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ആ ദേഷ്യം മുഴുവൻ എനിക്ക് വിഷ്ണുവേട്ടനോടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ കുഞ്ഞേച്ചി ജീവന തുല്യം സ്നേഹിച്ചതാണ് വിഷ്ണുവേട്ടനെ. സ്വന്തം മനസ്സിൽ ഒരു ദൈവത്തെ പോലെ പ്രതിഷ്ഠിച്ചതാണ് വിഷ്ണുവേട്ടന്റെ രൂപം. ആ വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയോട് കാണിച്ചത് ആ സ്നേഹവും ആ കരുതലും ആ ആ സ്നേഹത്തിന്റെ ആഴവുമൊക്കെ തിരിച്ചറിയാമായിരുന്നിട്ട് പോലും വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഒരു ചതി എന്റെ കുഞ്ഞേച്ചിയോട് കാണിച്ചതിന്റെ വിദ്വേഷമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് ഇപ്പോഴും എന്റെ മനസ്സിൽ അതുപോലെ തന്നെ നിലനിൽക്കുന്നുമുണ്ട്. പിന്നെ കാർത്തികേ, നമ്മൾ സ്ത്രീകളല്ലേ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകേണ്ടി വരും. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്നത്. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നമ്മൾ സ്ത്രീകളുടെ വിധി. അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ കാർത്തികയോട് ഈ ഒരു കാരണത്താൽ അകന്നു നിൽക്കുകയും കാർത്തികയോട് വിരോധം കാണിക്കുന്നതും ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കാർത്തികയോട് സംസാരിക്കാനായി ഞാൻ ഇവിടേക്ക് വന്നത്. പിന്നെ എന്റെ കുഞ്ഞേച്ചിക്ക് വിഷ്ണുവേട്ടനോടുള്ള സ്നേഹം അത് സത്യാമ്മയ്ക്ക് അറിയില്ലല്ലോ. സത്യാമ്മ എന്നും എന്റെ കുഞ്ഞേച്ചിയെ ഒരു തെറ്റിദ്ധാരണയോടെ മാത്രമാണ് കാണുകയും കുഞ്ഞേച്ചിയെ അങ്ങനെയാണ് നോക്കിയിട്ടുമുള്ളത്. അതുകൊണ്ട് കുഞ്ഞേച്ചി എന്ത് ചെയ്താലും അത് സത്യാമ്മയുടെ കണ്ണിൽ തെറ്റുകൾ മാത്രമായി മാറുന്നത്. പക്ഷേ എന്റെ കുഞ്ഞേച്ചി ഈ കുടുംബത്തിന് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോ സത്യാമ്മയ്ക്ക് എന്റെ കുഞ്ഞേച്ചി വലിയൊരു അധികപ്പറ്റാണെന്നും കുഞ്ഞേച്ചിയെ വലിയൊരു പ്രശ്നമായി തന്നെ സത്യാമ്മ കാണുകയുമാണ്. എന്തായാലും സത്യാമ്മ അങ്ങനെയൊക്കെ എന്റെ കുഞ്ഞേച്ചിയെ കുറിച്ച് ചിന്തിച്ചാലും എനിക്ക് എന്റെ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം അതൊരിക്കലും അങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്നതല്ലോ എന്ന് ശ്യാമ കാർത്തികയോട് പറഞ്ഞു. എന്തായാലും നമ്മൾ കൂടുതലൊന്ന് അടുത്തിടപഴകാനായിട്ടും എനിക്ക് കാർത്തികയെ കൂടുതൽ അറിയാനും കൂടി നമുക്ക് ആ ക്ഷേത്രത്തിൽ വരെ പോയാലോ? നമുക്ക് ഒന്ന് രാവിലെ പോയി ഒന്ന് തൊഴുതിട്ട് വരാം. പരസ്പരം കൂടുതൽ അറിയാനൊരു അവസരവുമാകുമല്ലോ എന്ന് കാർത്തികയോട് ശ്യാമ പറയുന്നു. ശ്യാമ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന്റെ റൂമിലേക്ക് സത്യഭാമ എത്തിയത്. സത്യാമ്മ വാതിക്കൽ വന്നതും
ശ്യാമ കാർത്തികയോട് ക്ഷേത്രത്തിൽ പോകാനായി തന്റെ കൂടെ വരാനായി ആവശ്യപ്പെടുന്നത് സത്യഭാമ കാണാനിടയായി. അത് കണ്ടതോടെ സത്യഭാമ ഉടനെ തന്നെ എന്താണ് എന്ന രീതിയിൽ ആശങ്കയോടെ എന്തായിരിക്കും ഇനി ശ്യാമയുടെ നീക്കം എന്നറിയാൻ സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും കാർത്തിക ശ്യാമയോട് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് കാർത്തിക ഒഴിഞ്ഞു മാറാൻ തുടങ്ങുമ്പോൾ ശ്യാമ കാർത്തികയെ പിടിച്ചു നിർത്തി. അല്ല, ഇവിടെ കാർത്തിക ഒറ്റപ്പെട്ടല്ലേ ജീവിക്കുന്നത്? കാർത്തികയോടുള്ള വിരോധം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കൂടിയാണ്, കാർത്തികയെ കൂടുതൽ അറിയാൻ കൂടിയാണ് ഞാൻ ക്ഷണിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും കൂടി ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞതും കാർത്തിക പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് തൽക്കാലം ക്ഷേത്രത്തിൽ പോകാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല, ശ്യാമ തനിച്ച് പോയിക്കോളൂ എന്ന് പറഞ്ഞ് കാർത്തിക രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് സത്യാമ്മ എത്തിയത്. സത്യഭാമൻ പറഞ്ഞു, എന്താ മോളെ ഇത്? ഒന്ന് ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്താ തെറ്റുള്ളത്? പോയിട്ട് വാ മോളെ എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമയെ കണ്ടതും ശ്യാമ ഞെട്ടി. ദൈവമേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യഭാമ കേട്ടിട്ടുണ്ടാകുമോ എന്ന് ശ്യാമ ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോളെ, എന്തായാലും ഇപ്പോ നിന്നെ കൂടുതൽ അടുത്തറിയാനും നിന്നോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് ശ്യാമ കൂടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ രണ്ടുപേരുമല്ലേ ഈ വീട്ടിൽ ജീവിക്കേണ്ടവർ. പരസ്പരം രണ്ടുപേരും അടുത്തറിയുന്നതും ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നതും ഒക്കെ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് മോള് റെഡിയായിട്ട് വാ എന്ന് കാർത്തികയോട് സത്യഭാമ ആവശ്യപ്പെട്ടു. അത് കേട്ടതും കാർത്തിക പറഞ്ഞു, ശരി, ഞാൻ ഇപ്പോൾ റെഡിയായിട്ട് വരാം, ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് സത്യഭാമയോട് പറഞ്ഞിട്ട് കാർത്തിക ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോയി. ഈ സമയത്ത് സത്യഭാമ ശ്യാമയെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ശ്യാമേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാർത്തിക ഇവിടേക്ക് വന്നു കയറിയത് നിനക്കും ഇവിടെയുള്ളവർക്ക് ആർക്കും തന്നെ അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ വിഷ്ണുവിന്റെ ഭാര്യയല്ലേ കാർത്തിക. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെയും വിഷ്ണുവിനോടൊപ്പം സന്തോഷത്തോടെ അവൾ ജീവിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഇനിയും ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും പെരുമാറ്റവും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അത് കേട്ട ശ്യാമ പറഞ്ഞു, സത്യാമ്മേ, ഞാൻ എന്ന് പറഞ്ഞതും ശ്യാമയെ നോക്കി സത്യഭാമ പറഞ്ഞു, മോള് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിൽ ഇനി ഒന്നും വെച്ച് പുലർത്താതെ കാർത്തികയെ നിന്റെ വിഷ്ണുവിന്റെ ഭാര്യയായി അംഗീകരിച്ച് അവളെ സ്നേഹിക്കണം. നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ശരി എന്ന് പറഞ്ഞ് സത്യാമ്മയെ നോക്കി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്യാമ റൂമിലേക്ക് പോകുന്നു. പിന്നീട് ശ്യാമ കാർത്തികയുമായി ക്ഷേത്രത്തിലേക്ക് ഒരു ഓട്ടോയിൽ പുറപ്പെട്ടു. ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്താറായതും അവിടെ വണ്ടി ആ മരച്ചൂട്ടിൽ നിർത്തിക്കോളാൻ ഓട്ടോക്കാരനോട് അറിയിച്ചു. വണ്ടി അവിടെ നിർത്തി അയാൾ പോയതും ശ്യാമ കാർത്തികയുമായി ആ മരച്ചുവട്ടിൽ നിന്നു. അപ്പോഴേക്കും കാർത്തിക ചോദിച്ചു, അല്ല, എന്താ ശ്യാമേ, ഇവിടെ നിന്ന് എന്താ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, സത്യത്തിൽ കാർത്തിക ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാ ഞാൻ ഇന്ന് വണ്ടിക്ക് പോരാന്ന് വിചാരിച്ചത്. സാധാരണ ഞാൻ നടന്നാ വരാറുള്ളത്. അത് എൻ്റെ ഒരു ശീലമാണ്. മാത്രവുമല്ല, നടന്നു വരുന്നതിൻ്റെ ഒരു സന്തോഷം, അത് ഞങ്ങൾ സഹോദരങ്ങൾക്ക് അത് പ്രത്യേകത്തെ ഉള്ള കാര്യമായിരുന്നു. ഞങ്ങൾ 3 പേരും വീട്ടിൽ നിന്ന് നടന്നാണ് ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം 1 രൂപയെങ്കിലും ലാഭിക്കാൻ കഴിഞ്ഞാൽ അന്ന് അത്രയുമായി എന്ന് കരുതുന്ന കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചേച്ചിയും അനുജത്തിമാരും കൂടി അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടതും കാർത്തികയോട് ശ്യാമ ചോദിച്ചു, എന്തായാലും എന്നെ പോലെയുള്ള സാഹചര്യമൊന്നും കാർത്തിക് ഉണ്ടായിരുന്നില്ലല്ലോ. കാർത്തികയുടെ വീട്ടിൽ വലിയ കാറും വണ്ടിയുമൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോ കാർത്തിക അബദ്ധത്തിൽ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല ശ്യാമയെന്ന് പറഞ്ഞ് കാർത്തിക സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ പറഞ്ഞ കള്ളക്കഥ അവിടെ അടിക്കേണ്ടി വരുന്ന അവസ്ഥയാണല്ലോ ഇപ്പോ താൻ അബദ്ധത്തിൽ ഇത് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കിയ കാർത്തിക പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ശ്യാമയോട് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ശ്യാമേ. എനിക്ക് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരും ഇല്ലല്ലോ. ഞാനൊരു അനാഥാശ്രമത്തിലാണല്ലോ ജനിച്ചത് എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു, അല്ല, കാർത്തികയുടെ കുറിച്ച് കൂടുതലൊന്നും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, അല്ല, ഞാൻ ഒരു അനാഥാശ്രമത്തിൽ നിന്ന് വന്നാന്ന് അറിയാവുന്നതല്ലേ ശ്യാമേ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, സത്യാമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും സത്യാമ്മ അങ്ങനെയൊന്നും ഞങ്ങളോടൊന്നും പറയാറില്ലല്ലോ എന്ന് ശ്യാമ
കാർത്തികയെ നോക്കി പറഞ്ഞു. അപ്പോഴേക്കും കാർത്തിക മനസ്സിൽ എന്തോ ആലോചിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ശ്യാമ ഉടനെ തന്നെ ആലോചിച്ചു. ഓ, ഇവൾ പഠിച്ച കള്ളി തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാർത്തിക ആകെ ടെൻഷനോടെ ശ്യാമയോട് പറഞ്ഞു, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോയാലോ? അപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് ജില്ലാ കളക്ടർ എന്നുള്ള ബോർഡ് വെച്ച് ഒരു കാറ് വന്നു നിന്നത്. അതിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി. ആ കാഴ്ച കണ്ടതോടെ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാർത്തിക. ഉടനെ തന്നെ കാർത്തിക ആകെ ഭയന്നു നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയ ശ്യാമ കാർത്തികയെ നോക്കി. ശാലിനി അരികിലേക്ക് എത്തിയതും ശ്യാമ പറഞ്ഞു, ഇതാരാണെന്ന് കാർത്തികയ്ക്ക് അറിയാമോ? ഈ ജില്ലാ കളക്ടറാണ്. പിന്നെ എൻ്റെ കുഞ്ഞേച്ചിയാണ്. എൻ്റെ കുഞ്ഞേച്ചിയെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതല്ലേ? ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു IAS. എന്താ ഇപ്പോ? ശ്യാമയുടെ ആ അഹങ്കാരത്തോടെ സന്തോഷത്തോടെയുമുള്ള വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച് നോക്കുകയാണ് കാർത്തിക. അപ്പോഴാണ് ശാലിനി കാർത്തികയോട് പറഞ്ഞത്, ഞാനൊരു ജില്ലാ കളക്ടർ എന്നുള്ള അധികാരവും പദവിയും ഉപയോഗിച്ചല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. മറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങളൊക്കെ കാർത്തികയിൽ നിന്ന് അറിയണം. കാർത്തിക അതിന് സത്യസന്ധമായിട്ടുള്ള മറുപടി നൽകുകയും വേണം. അത് കേട്ടപ്പോഴേക്കും കാർത്തിക ചോദിച്ചു, എന്താ അറിയേണ്ടത്? ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഞാനെല്ലാം പറഞ്ഞതാണല്ലോ എന്ന് കാർത്തിക പറയുമ്പോൾ ശാലിനി ചോദിച്ചു, അല്ല, നിങ്ങളുടെ വിവാഹം നടന്നിട്ടുള്ളതാണെന്ന് പറയുന്നു. ശരിക്കും വിഷ്ണുവേട്ടനും നീ തമ്മിലുള്ള വിവാഹം നടന്നതാണോ അല്ലയോ? അപ്പോഴേക്കും കാർത്തിക ആകെ ടെൻഷനിലായി. എൻ്റെ ദൈവമേ, ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? സാധാരണ ഇതുപോലുള്ള കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സത്യാമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ആശങ്കപ്പെട്ട് കാർത്തിക നിന്നു. ശാലിനി ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നൽകണമെന്ന് കാർത്തികയോട് ആവശ്യപ്പെട്ടു. കാർത്തിക അതെല്ലാം കേട്ട് ആകെ ഭയന്ന് നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു, നിങ്ങളുടെ വിവാഹം നടന്നു എന്ന് പറയുന്നത് സത്യമാണോ? അത് കേട്ട ഉടൻ തന്നെ കാർത്തിക പറഞ്ഞു, ഞാനതിനുള്ള മറുപടി മുമ്പേ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞങ്ങളുടെ വിവാഹം നടന്നതാണെന്ന്. പിന്നെയും എന്താ ഇങ്ങനെ ഒരു സംശയം? ഞാൻ എന്താ വല്ല പിടികിട്ടാപ്പുള്ളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് വന്നിരിക്കുകയാണോ എന്ന് കാർത്തിക ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, കാർത്തികയെ, ഞാനിപ്പോ വന്നു നിൽക്കുന്നത് ജില്ലാ കളക്ടറായിട്ടോ ജില്ലാ മജിസ്ട്രേറ്റോ ആയിട്ടല്ല, മറിച്ച് ഒരു സാധാരണ പൗരയായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷ്ണുവേട്ടന്റെയും നിന്റെയും വിവാഹം പാലോട് ശിവക്ഷേത്രത്തിൽ വെച്ച് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു എന്ന് പറയുന്നത് കളവാണ്. അത് ഞാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനു നീ ഇങ്ങനെ നാടകം കളിക്കണോ? അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് ദേഷ്യത്തോടെ ശാലിനി ചോദിച്ചു. കാർത്തിക ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുന്നത് കണ്ട് ശാലിനി പറഞ്ഞു, കാർത്തികയെ, ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഈ സമയത്തും എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കാർത്തിക ഒഴിഞ്ഞു മാറുകയാണ്. വിഷ്ണുവേട്ടനെ താൻ വിവാഹം കഴിച്ചു എന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ മറുപടിയും അതിനുള്ള വ്യക്തമായിട്ടുള്ള സംഭാഷണവും നിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും സത്യം നീ പറഞ്ഞേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, ശാലിനി, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. വിഷ്ണുവേട്ടനും ഞാനും തമ്മിലുള്ള വിവാഹം നടന്നതാണ്. പക്ഷേ അത് മഹാദേവ ക്ഷേത്രത്തിലല്ല, മറ്റൊരു ക്ഷേത്രത്തിലാണ്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് ശാലിനിയോട് കാർത്തിക കളവ് പറയുന്നു. എല്ലാം കേട്ട ആ നിമിഷം കാർത്തിക തന്നോട് പറഞ്ഞതെല്ലാം കളവാണെന്ന് മനസ്സിലാക്കിയ ശാലിനി ഉടനെ തന്നെ നിന്നെ കൊണ്ട് സത്യം പറയിക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. ഇത്രയും നേരം വിഷ്ണുവേട്ടന്റെ ഭാര്യ ശാലിനിയാണ് നിന്നോട് സംസാരിച്ചത്. എന്നാൽ ഇനി ഒരു കളക്ടർ എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോ സംഭവിച്ച പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉടൻ തന്നെ കണ്ടെത്താൻ തനിക്ക് കഴിയും. അതുകൊണ്ട് എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു തട്ടുകീട് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിന് കാരണം താൻ ആയിരിക്കില്ല എന്ന് ശാലിനി കാർത്തികയോട് പറഞ്ഞു. ഒരു കാര്യം കൂടി നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഇപ്പോ എന്നോട് മറുപടി പറയാതെ പോകാൻ തുടങ്ങുകയാണല്ലോ. എന്നാൽ എല്ലാ സത്യങ്ങളും നീ പറയാതെ ഈ നാട് വിട്ടു പോവില്ല. നീ എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചാലും സത്യമെന്നും നിന്റെ നേർക്ക് വന്ന് നിന്നെ തളർത്തി കളഞ്ഞുകൊണ്ടേയിരിക്കും. നിന്നെ പോലെയുള്ള പെരുങ്കള്ളികളെ കൊണ്ട് സത്യം പറയിക്കാൻ കഴിവുള്ള ഇടിച്ചി പോലീസുകാർ കേരള പോലീസിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ
അവരെ കൊണ്ട് നിന്റെ നാവിൽ നിന്ന് സത്യം പറയിക്കണോ? അവർ വന്നാൽ നീ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞ് എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് നീ കരയും. അപ്പോൾ ഒരു തരുമ്പ് ദയ പോലും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നീട് നീ അനുഭവിക്കുന്ന വേദനകളും നരകയാതനകൾക്കും ആൾമാറാട്ടം പോലെയുള്ള നീ ചെയ്ത പല കേസുകളും വഞ്ചനാക്കുറ്റം അങ്ങനെ ഉൾപ്പെടെയുള്ള നീ ചെയ്ത തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്ന് നിന്റെ ജീവിതം നീ നരയിക്കുമ്പോൾ അന്ന് നീ ഓർത്തുപോകും ഈ നിമിഷത്തെക്കുറിച്ച്. ഈ നിമിഷത്തിലെങ്കിലും നീ സത്യം പറഞ്ഞിരുന്നെങ്കിലെന്ന് നീ സ്വയം കുറ്റബോധത്തിൽ ആഴ്ന്നു പോകും എന്ന് പറഞ്ഞ് ശാലിനി കാർത്തികയെ നോക്കി. കാർത്തിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ആ നിമിഷം ശാലിനി തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് പോലീസിനെ വിളിക്കാൻ തയ്യാറായി. അങ്ങനെ ശാലിനി ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ശാലിനിയുടെ മൊബൈൽ ഫോൺ പിന്നിൽ വന്ന് ആരോ തട്ടിപ്പറിച്ചു. അതാരാണെന്ന് അതിശയത്തോടെ നോക്കിയ ശ്യാമ ആ കാഴ്ച കണ്ടു ഞെട്ടി. കാർത്തിക അപ്പോഴേക്കും ആശ്വാസം കൊണ്ടു. ആ സമയത്ത് ശാലിനി പിന്തിരിഞ്ഞു നോക്കിയതും സത്യാമ്മയെ കണ്ടതോടെ ശാലിനി ആശങ്കയോടെ സത്യാമ്മയെന്ന് വിളിച്ചു. പക്ഷേ സത്യഭാമ ശാലിനിയെ നോക്കി ദേഷ്യത്തോടെ. ശാലിനി അപ്പോഴേക്കും സത്യാമ്മയോട് തന്റെ മൊബൈൽ ഫോൺ തരാൻ ആവശ്യപ്പെട്ടപ്പോൾ സത്യഭാമ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അപ്രതീക്ഷിതമായിട്ട് ശ്യാമ കാർത്തികയോട് വളരെ സ്നേഹം കാണിക്കുകയും ഇവിടെ ക്ഷേത്രത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറായപ്പോഴുമൊക്കെ എനിക്ക് സംശയം തോന്നിയിരുന്നു, നിന്റെയല്ലേ അനുജത്തി, ഇങ്ങനെ എന്തെങ്കിലും അതിന് പിന്നിൽ ഉണ്ടാകുമോ എന്ന്. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, സത്യാമ്മേ, ഇവൾ പറഞ്ഞതെല്ലാം കളവാണ്. ഇവളുടെയും വിഷ്ണുവേട്ടന്റെയും വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, അത് ശരി, വിവാഹം നടന്നിട്ടില്ല അല്ലെ? വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ചെടുത്താൽ നിനക്ക് നേട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷെ നാണമില്ലേടി എന്റെ മകന്റെ ജീവിതത്തിൽ വീണ്ടും നിനക്കിങ്ങനെ അട്ടയെ പോലെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട്? അവൻ നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുകയും നീ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ അവൻ അതിൽ ഒപ്പിടാമെന്ന് സമ്മതിച്ചതാണ്. എന്നിട്ട് നീ കാണിച്ചതെന്താ? അവനോടുള്ള വിശുദ്ധ പ്രണയം നീ ആ ഡിവോഴ്സ് പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു. നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടാൻ? അല്പമെങ്കിലും നാണമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യുമായിരുന്നില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മകന്റെ ജീവിതത്തിൽ ഇനിയും കടിച്ചു തൂങ്ങാമെന്ന് നീ കരുതണ്ട. നീ വലിയ കളക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ആ കളക്ടറുടെ വേഷം കെട്ടൊന്നും എന്റെ ഈ മരുമകളോട് വേണ്ട. എന്റെ മരുമകളെ നീ ഭയപ്പെടുത്താനും നോക്കണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇപ്പോ ഭീഷണിപ്പെടുത്താൻ വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കളക്ടറുടെ ആ വലിയ പദവിയിൽ ഇരുന്നുകൊണ്ട് നീ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ വകുപ്പ് തല അന്വേഷണം വേറെ വരും. നിന്റെ ഈ കളക്ടർ പദവിയൊക്കെ ഉണ്ടല്ലോ, ഞാനങ്ങ് തെറിപ്പിക്കും. പിന്നെ വീട്ടിലിരുന്ന് ഈച്ചയെ ആട്ടിക്കൊണ്ടിരിക്കാം. എന്താ അത് കാണണോ നിനക്ക് എന്ന് സത്യഭാമ ശാലിനിയെ വെല്ലുവിളിച്ചു. ഇത് കേട്ട ശാലിനി പറഞ്ഞു, സത്യമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അത് കേട്ടതും സത്യഭാമ പറഞ്ഞു, വേണ്ടടി, എനിക്കൊന്നും കേൾക്കണ്ട. നിനക്ക് നാണമില്ലല്ലോ വീണ്ടും വീണ്ടും എൻ്റെ മോന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട്? അവൻ നിന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്ന് സത്യം തന്നെയാണ്. എന്നാൽ ഇപ്പോ അവന്റെ ഭാര്യയായിട്ട് ദാ ഈ പെൺകുട്ടി വന്നു കഴിഞ്ഞു. ഇനി മേലാൽ അവന്റെ പിന്നാലെ നീ വന്നു പോകരുത്. അതാണ് നിനക്ക് നല്ലത് എന്ന് ശാലിനിയെ സത്യഭാമ താക്കീത് ചെയ്യുന്നു. അത് കേട്ട ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഉടനെ സത്യഭാമ ശാലിനിയോട് പറഞ്ഞു, അതെ, ജില്ലാ കളക്ടർ പൊതുവഴിയിൽ വെച്ച് എൻ്റെ മരുമകളെ ഭീഷണിപ്പെടുത്തുന്നത് ഒരു കേസ് ഞാനങ്ങ് ഫയൽ ചെയ്ത അതോടെ തീരും നിന്റെ ഈ പദവിയുടെ അഹങ്കാരമൊക്കെ. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കൂടി എന്നൊക്കെ സത്യഭാമ ശാലിനിയോട് ചോദിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വലിയ കളക്ടറൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ സത്യഭാമയുടെ നേരെ നിന്റെ ഈ കളക്ടർ പദവിയായിട്ട് വന്നാലുണ്ടല്ലോ, എന്റെ മരുമകളെ നീ ഭീഷണിപ്പെടുത്താൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കാർത്തികയുടെ അരികിലേക്ക് ചെന്ന് സത്യഭാമ കാർത്തികയെ വിളിച്ചു. വാ മോളെ എന്ന് പറഞ്ഞ് കാർത്തികയെ വിളിച്ചുകൊണ്ട് നേരെ കാറിനരികിലേക്ക് പോയി. അങ്ങനെ കാർത്തികയെ കാറിലേക്ക് കയറ്റി കഴിഞ്ഞ് സത്യഭാമ പിന്തിരിഞ്ഞ് ശ്യാമയെ നോക്കി. ശ്യാമ ആകെ ദയനീയമായി ശാലിനിയെ നോക്കി അങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമ ശ്യാമയെ വിളിച്ചു, എന്താടി നീ വരുന്നില്ലേ? അത് കേട്ടതും ശ്യാമ ആകെ വിഷമത്തോടെ ശാലിനിയെ നോക്കി. ശാലിനി പൊയ്ക്കോളനെ തലകുലുക്കുമ്പോൾ ആകെ വിഷമത്തോടെ ശ്യാമ കാറിലേക്ക് കയറാനായി ചെന്നു. ഈ സമയത്ത് സത്യഭാമ തിരികെ ശാലിനിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇന്ന് അവൾ എന്റെ അനുവാദത്തോടെ അല്ല കാർത്തികയെ നിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷെ ഇത്തവണത്തേക്ക് ഞാൻ ശ്രമിക്കുന്നു. ഇനി ഇതുപോലുള്ള തെറ്റവൾ ആവർത്തിച്ചാലുണ്ടല്ലോ, ഇതുപോലെ പെരുവഴിയിൽ ഞാൻ അവളെ തള്ളും. അത് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടേ കളയുന്നത് പോലെ ഞാൻ അവളെ ഇവിടെ കളഞ്ഞിട്ട് പോകും. പിന്നീട് ഒരിക്കലും ഈ സത്യഭാമയുടെ വീടിന്റെ വാതിൽ അവൾക്ക് നേരെ തുറക്കില്ല. ചേച്ചിക്ക് അനുജത്തിക്കും ഒന്നിച്ച് പിന്നെ സുഖമായിട്ട് കഴിയാം, കേട്ടല്ലോ. ഇനി മേലാൽ ഇങ്ങനെ ഒരു തെറ്റ് അവൾ ആവർത്തിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് സത്യഭാമ ശാലിനിയെ താക്കീത് ചെയ്ത് ശാലിനിയുടെ മൊബൈൽ ഫോൺ ശാലിനിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് സത്യഭാമ പോകുമ്പോൾ ശാലിനി തന്റെ ആ ഒരു നീക്കവും പാഴായിപ്പോയതിന്റെ വേദനയിൽ സങ്കടത്തോടെ നിൽക്കുന്നു.